പി കെ ശശി UDFന്റെ ഭാഗമാകുന്നത് സ്വാഗതം ചെയ്യുന്നതായി ഡീൻ കുര്യാക്കോസ് MP. പി കെ ശശിക്കെതിരെ ലൈംഗിക പീഡന പരാതി വന്നപ്പോൾ പ്രതിഷേധിച്ച ഡീൻ കുര്യാക്കോസ് ഒറ്റപ്പാലം കോടതിയിൽ ഹാജരായി. 2018 അന്നത്തെ MLA ആയിരുന്ന പി കെ ശശിക്ക് എതിരായ രാഷ്ട്രീയ ആരോപണത്തിലാണ് പ്രതിഷേധമെന്നും നിലവിലെ രാഷ്ട്രീയ സാഹചര്യം മാറിയെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. ഒറ്റപ്പാലം കോടതിയിൽ ഹാജരായ ഡീൻ കുര്യാക്കോസിന് ജാമ്യം ലഭിച്ചു. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അന്ന് ഒരു ഇടതുപക്ഷ MLA എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുള്ള ഒരു രാഷ്ട്രീയ ആരോപണത്തിൻ്റെ പേരിലാണെന്ന് സമരം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യമാണിത്. ഇന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ വ്യത്യസ്തമായ ഒരു നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നു. ഐക്യജനാധിപത്യ മുന്നണിയിലേക്ക് കോൺഗ്രസിൻ്റെ ഭാഗമായി അദ്ദേഹം കടന്നു വരുമെന്നുള്ള പത്രവാർത്തകൾ, മാധ്യമ വാർത്തകളൊക്കെ നമ്മുടെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ട്. ഏതായാലും UDFനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഐഡിയോളജിയുമായി ചേർന്ന് പോകാൻ പറ്റുന്ന വിധത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ എത്തുകയാണെങ്കിൽ, അതോടൊപ്പം തന്നെ പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസ് പാർട്ടി ഒരു നിലപാട് പറയുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ആ ഒരു നിലപാടായിരിക്കുമല്ലോ പിന്നെ ഉണ്ടാവുക. ഇപ്പോൾ ഈ സമരം നടന്നത്, അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ കേസിൽ പ്രതികളാക്കപ്പെട്ടത് അന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു വിഷയമാണ്. സാജിദ് അജ്മൽ ചേരുകയാണ്. സാജിദ്, അന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഉണ്ടായ ഒരു സമരമാണ്. ഇന്നിപ്പോൾ രാഷ്ട്രീയം മാറി, അതുകൊണ്ട് ആ പ്രതിഷേധം അങ്ങ് മറന്നേക്കാം എന്നാണോ ഡീൻ കുര്യാക്കോസ് പറയുന്നത്? മാത്രമല്ല പി കെ ശശിയെ UDFലേക്ക് അദ്ദേഹം സ്വാഗതം ചെയ്യുന്നുമുണ്ട്. മഹേഷ്, തീർച്ചയായും 2018 ഈ മണ്ണാർക്കാട് വെച്ച് DYFI നേതാവ് കൂടിയായ ഒരു യുവതിക്ക് ഈ പി കെ ശശിയിൽ നിന്ന് ഈ ലൈംഗിക പീഡനം ഉണ്ടായി എന്ന പരാതി ഉയരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് യൂത്ത് കോൺഗ്രസ് വ്യാപകമായ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ അന്നത്തെ സംസ്ഥാന പ്രസിഡന്റായ ഡീൻ കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ ഷൊർണൂരിൽ വലിയ പ്രതിഷേധം നടന്നു. ഇതിന്റെ ഭാഗമായാണ് ഡീൻ കുര്യാക്കോസിനെതിരെ കേസെടുത്തത്. ഈ കേസിൽ കോടതിയിൽ ഹാജരാകാത്തതിനെ തുടർന്ന് അദ്ദേഹത്തിന് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഒറ്റപ്പാലം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഡീൻ കുര്യാക്കോസ് ഹാജരായത്. അവിടെ നിന്ന് അദ്ദേഹത്തിന് ജഡ്ജി ഉടൻ തന്നെ ജാമ്യം നൽകുകയും ചെയ്തു. അത് കഴിഞ്ഞ് പുറത്തു വന്നാണ് അദ്ദേഹം അന്ന് ഈ ഇടതുപക്ഷത്തിന്റെ MLA ആയ പി കെ ശശിക്കെതിരെ ഉയർന്ന ഒരു രാഷ്ട്രീയ ആരോപണത്തിന്റെ പേരിൽ നടന്ന പ്രതിഷേധമാണെന്നും ഇന്ന് ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി അദ്ദേഹം ഈ കോൺഗ്രസിന്റെയും UDFന്റെയും ഭാഗമാകുകയാണെങ്കിൽ തങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് ഡീൻ കുര്യാക്കോസ് MP പറയുന്നത്. എന്തായാലും 21-ാം തീയതി വരെയാണ് പി കെ ശശി ഈ കാത്തിരിക്കുന്നത്. 20-ാം തീയതി പാലക്കാട് ജില്ലാ കമ്മിറ്റി യോഗമുണ്ട്. അതിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകുമോ എന്ന് അദ്ദേഹം നോക്കുന്നു. അതിനുശേഷം പ്രത്യേകിച്ച് ഒരു തീരുമാനം ഉണ്ടാകുന്നില്ലെങ്കിൽ അദ്ദേഹം KTDC ചെയർമാൻ സ്ഥാനം രാജിവെക്കുകയും ഒറ്റപ്പാലത്ത് UDF സ്ഥാനാർത്ഥിയാകുമെന്ന് ഏറെക്കുറെ ധാരണയായിട്ടുണ്ട്. എന്തായാലും ഈ തങ്ങൾക്കൊപ്പം വരുന്ന പി കെ ശശിയെ തള്ളിപ്പറയാൻ കഴിയില്ല. എന്നാൽ അന്നത്തെ കേസുമായി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യത്തിലുമാണ് ഡീൻ കുര്യാക്കോസും അദ്ദേഹത്തോടൊപ്പമുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരും ഉള്ളത്. മഹേഷ്. ഓക്കെ.